പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായിട്ടുണ്ട്. പാകിസ്ഥാന്റെ ആക്രമണത്തിൽ ഇപ്പോൾ 3 ക്രിക്കറ്റ് താരങ്ങൾ ഉൾപ്പെടെ മരണപ്പെട്ടിരിക്കുകയാണ്. ഇത് വലിയ യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. വലിയ യുദ്ധത്തിലേക്ക് പോകില്ല. കാരണം പാകിസ്ഥാൻ അങ്ങനെ ഒരു വലിയ യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ ശ്രദ്ധ ഇന്ത്യയിൽ നിന്നൊക്കെ മാറുകയും അത് പാകിസ്ഥാന്റെ ദേശീയ താല്പര്യത്തിന് എതിരാവുകയും ചെയ്യുന്ന അവർക്കറിയാം. കാരണം അവരുടെ മെയിൻ ഇന്ത്യയെ ഒരു ശത്രുവാക്കി നിലനിർത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ്. അല്ലാതെ അവർക്ക് വേറെ ഐഡന്റിറ്റി ഒന്നുമില്ല. അപ്പോൾ അവർ സഹോദരന്മാർക്കെതിരെയാണ് ഫൈറ്റ് ചെയ്യുന്നതെന്നൊക്കെ തോന്നലുണ്ടാവുകയും പാകിസ്ഥാനുള്ളിൽ തന്നെ വലിയ പൊട്ടിത്തെറിയുന്നവർക്ക്. അപ്പോൾ ഇത് അവർ അടുത്ത കാലത്തുണ്ടായ ഒന്നെങ്കിൽ ചിലപ്പോൾ നമ്മളെ പറ്റിക്കുന്നതായിരിക്കും താലിബാൻ. ഞങ്ങൾ പാകിസ്ഥാനായിട്ട് പ്രശ്നം എന്താണെന്ന് നമ്മളെ നൂറ്റിയെടുക്കാനുള്ള ഒരു ശ്രമമായിരിക്കും. കാരണം അവരെ സഹായിക്കാൻ പറ്റുന്ന ഒരു പൊസിഷനിൽ ഇപ്പോൾ ഇന്ത്യയേ ഉള്ളൂ. അല്ല, പാകിസ്ഥാൻ ആ രീതിയിൽ പൈസയൊന്നുമില്ല. അപ്പോൾ ഒന്നെങ്കിൽ അതൊരു നാടകമായിരിക്കും, അല്ലെങ്കിൽ ഈ പറയുന്നതിനുമായി തൽക്കാലം ഇന്ത്യയെ ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ട് നാടകമൊന്നല്ല, ഇന്ത്യയുടെ കൂടെ നിൽക്കാം എന്നുള്ളതാണ്. ഇവർ ആദ്യം തന്നെ ഫുൾ ഫ്ലഡ്ജിൽ വാറിലേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പോയി കഴിഞ്ഞാൽ 2 രാജ്യങ്ങളും തകർന്നു പോകും. പിന്നെ അഫ്ഗാനികൾക്കെതിരെ പാകിസ്ഥാൻ ആറ്റം ബോംബൊന്നും ഉപയോഗിക്കില്ലല്ലോ. അല്ല, ഈ അറബ് രാജ്യങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് യുദ്ധം പാടില്ലെന്ന് പറഞ്ഞിരുന്നു. എന്നിട്ടും എല്ലാം ഒത്തുതീർപ്പായ സ്ഥലത്താണ് ഇത്തരത്തിലൊരു ആക്രമണം. അല്ല, അതൊക്കെ അവർ പറയും ഇതൊക്കെ അഭിനയമല്ലേ, അല്ലാതെ ആരുടെ അഭിനയം? ഇതൊക്കെ ഈ പാകിസ്ഥാനും പിന്നെ ഇവരും ഈ ഇന്റർനാഷണൽ ഡിപ്ലോമസി എന്താ ബേസിക്കലി എന്താണ്, അഭിനയമാണ്. പുറത്ത് ഇങ്ങനെയൊന്ന് പറയും, ഉള്ളിൽ വേറൊന്നും ചെയ്യും. ഖത്തർ ഇസ്രായേലിനോട് ചെയ്താലേ നമ്മളെ നിങ്ങൾക്കെതിരെ ഒരു വേറൊന്നും ഉപയോഗിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് മൊത്തം ഖത്തറിൽ നിന്നാണ് പ്ലാൻ ചെയ്തത്. അല്ല, നാം ഈ അഭിനയത്തെക്കുറിച്ച് പറയുമ്പോഴും കുറച്ച് നാളുകളായി തന്നെ അവിടെ തെഹ്രീക്കെ താലിബാൻ ഈ അതിർത്തി പ്രദേശങ്ങളിൽ വലിയ രീതിയിൽ സൈനികരെ ആക്രമിക്കുന്നു, ബോംബ് സ്ഫോടനങ്ങൾ നടത്തുന്നു. പിന്നീട് അവരെ ആക്രമിക്കുന്നതിനിടയിലാണ് ബോംബ് തന്നെ മാറി സാധാരണക്കാർക്കിടയിൽ വീണത്. അല്ല, അതങ്ങനെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിലെ ഫോഴ്സ് മിലിറ്ററി വൈസിൽ പാകിസ്ഥാനെ മാച്ചേ അല്ല. പാകിസ്ഥാൻ ലോകത്തെ പ്രധാനപ്പെട്ട ഫോഴ്സസിലൊന്നാണ്. ആളുകൾ എണ്ണം വലിയ തിരിച്ചടി പാകിസ്ഥാൻ ലഭിച്ചല്ലോ. അത് ആ തൽക്കാലം ഉള്ളതല്ലേ. പാകിസ്ഥാൻ അവരുടെ ഫുൾ ആയിട്ടുള്ള കേപ്പബിലിറ്റീസ് പുറത്തെടുത്ത് അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല. ഇന്ത്യയുമായിട്ട് പിന്നെ കട്ടയ്ക്ക് നിൽക്കാനുള്ള ശേഷിയുള്ള രാജ്യമാണ് പാകിസ്ഥാൻ. നിങ്ങൾ ഈ യുദ്ധങ്ങളെ ഏകപക്ഷീയമായ തോൽവിയൊന്നുമല്ല. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധങ്ങളിൽ ശക്തമായ റെസിസ്റ്റൻസ് അവരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. പക്ഷേ ഫൈനലി നമ്മളെ ജയിച്ചെന്നുള്ള കാര്യം. അപ്പോൾ അതിനുള്ള സൈനിക സംവിധാനം അവർക്കുണ്ട്. നാട്ടുകാർ പട്ടിണി എടുക്കുകയായിരിക്കും, അതൊക്കെ ശരിയാണ്. പക്ഷേ പാകിസ്ഥാന് ശക്തമായ സൈനിക സംവിധാനമുണ്ട്. പക്ഷേ ഇവർക്കതില്ല. ഇവർക്ക് ഉള്ളൊരു എയർഫോഴ്സ് എന്നൊക്കെ വെച്ചാൽ തജിക്കിസ്ഥാൻ അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ, കിർഗിസ്ഥാൻ ഇതിനെക്കാട്ടൊക്കെ ഭേദമാണ്. പക്ഷെ പാകിസ്ഥാനായിട്ട് മാച്ചേ അല്ല, ഇറാനായിട്ട് മാച്ചേ അല്ല. പിന്നെ അവർക്കുള്ള 2 പേർക്ക് ഒളിപ്പോ നടത്തി നല്ല പരിചയമുണ്ട്. അതുകൊണ്ട് യുദ്ധം നടത്തി കഴിഞ്ഞാൽ അവരുടെ 2 പേരെ നാശത്തിലേക്ക് പോകും. അത് അവർക്കറിയാം. അല്ല, പക്ഷെ അഫ്ഗാനിസ്ഥാൻ ചരിത്രമാണ് സൂചിപ്പിക്കുന്നത്. ഞങ്ങൾ അമേരിക്കയെ ഓട്ടിച്ചു, റഷ്യ. അതങ്ങനല്ല, അവർക്ക് ഇഷ്ടംപോലെ ടൈം ഉണ്ട്. അതുകൊണ്ട് അവർ ഇഷ്ടംപോലെ സ്വന്തം നാട്ടിൽ യുദ്ധം ചെയ്യും. പാകിസ്ഥാന്റെ സൈന്യത്തിൽ ഒരു ഭാഗം അഫ്ഗാനികൾ കൂടിയാണ്. പുസ്തൂൺസ് ഉണ്ട് പാകിസ്ഥാൻ സൈന്യത്തിൽ. അവർക്ക് ഈ യുദ്ധങ്ങളൊക്കെ പരിചയമാണ്. അപ്പോൾ ഈ യുദ്ധം ഇങ്ങനെ പെർപ്പച്വേറ്റ് ചെയ്തു പോകും. പെർപ്പച്വേറ്റ് ചെയ്തു ആർക്ക് നഷ്ടം? 2 കൂട്ടർക്ക് നഷ്ടമാണ്. താലിബാൻ എന്തോ നാട്ടുകാർക്ക് വേണ്ടി പെണ്ണുങ്ങളൊക്കെ മൂലക്ക് ഇരുത്തുന്നുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഈ ഇന്ത്യയായിട്ടൊക്കെ നല്ല ബന്ധത്തിൽ പോകുന്നത്. അല്ല, അവർ ഇന്ത്യയിൽ നല്ല ബന്ധത്തിൽ പോകേണ്ട ഒരാവശ്യമില്ല. അപ്പോൾ അതാണ് അവരുടെ ശ്രമം. അതുകൊണ്ട് യുദ്ധം നീട്ടിക്കൊണ്ട് അവർക്കും താല്പര്യം ഉണ്ടാവില്ല. പിന്നെ ഇന്ത്യ എന്നുള്ള ശ്രദ്ധ പോകുന്നുള്ളതുകൊണ്ട് പാകിസ്ഥാനും താല്പര്യം ഉണ്ടാവില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമാണ്. അവരെ ഒരു അടി ഉണ്ടാക്കുന്നതും അഫ്ഗാനിസ്ഥാൻ നമ്മളെ കൂടെ നിൽക്കുന്നത് നമുക്ക് നല്ല കാര്യമാണ്. കാരണം താലിബാൻ ഒരിക്കലും നമുക്ക് ഒരു സുഹൃത്തായി പ്രതീക്ഷിക്കും. ഇപ്പോൾ കേരളത്തിലെ BJP പോലെയാണ്. കേരളത്തിലെ BJPക്ക് മുസ്ലിങ്ങളെ സുഹൃത്തായി കാണാൻ പറ്റും. പക്ഷെ പഴികേൾക്കുന്നത് മുഴുവൻ ഇന്ത്യയാണ്. അവിടുത്തെ പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി പറയുന്നത് ഇതിന് പിന്നിൽ ഇന്ത്യയാണ്, ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇന്ത്യയാണ്. അത് അമേരിക്കയെ പോലെ അറിയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഇന്ത്യയുടെ പങ്ക് എന്തെങ്കിലും ഉണ്ടോ ഇതില്? ഈ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള പ്രശ്നത്തിന് പിന്നിൽ ഇന്ത്യയാണെന്നാണ് പാക് പ്രതിരോധ മന്ത്രി. നമ്മളതൊക്കെ ചെയ്യും. ഇപ്പം നമ്മളൊരു സൗദി രാജ്യമാണ് ഇറാൻ. നമുക്ക് ഉള്ളിൽ കൂടിയിട്ട് പണിഞ്ഞിട്ടുണ്ട് ഇസ്ലാമിൻ്റെ പോക്ക്. നമ്മളെ പല രഹസ്യങ്ങൾ ഇറാൻ വഴി പാകിസ്ഥാൻ വന്നിട്ടുണ്ട്. നമ്മളെ കാശ്മീർ തീവ്രവാദികൾ അവർ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അത് ഇസ്ലാമിൻ്റെ കച്ചവടത്തിൻ്റെ അടുത്ത് നമ്മളെ കൂടെ നിൽക്കുകയും ചെയ്യും. ഇതൊക്കെ സ്വാഭാവികമാണ്. ഇറാനിപ്പോൾ പാകിസ്ഥാൻ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. പാകിസ്ഥാൻ സുന്നി രാജ്യം, ഇവർ ഷിയ രാജ്യമാണ്. ഇറാന് പലസ്തീനികൾ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. അവർ സുന്നികളും ഇവർ ഷിയാക്കളുമാണ്. പക്ഷേ ഒരു ഇന്റർനാഷണൽ പൊളിറ്റിക്സ് അങ്ങനെ ഇവർ പരസ്പരം സഹായിക്കും. ഈ അമേരിക്കയുമായി പാകിസ്ഥാൻ സൗഹൃദത്തിൽ വന്നതിന് പിന്നാലെ തന്നെ ഏഷ്യയിൽ അവർ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? ഏഷ്യൻ രാജ്യങ്ങൾക്കിടയിൽ എങ്ങനെ? ഈ അമേരിക്കയുമായി സൗഹൃദം സ്ഥാപിക്കാൻ ഇപ്പോൾ ശ്രമം നടത്തിയപ്പോൾ അഫ്ഗാനിസ്ഥാൻ പണ്ട് അവരുടെ ചങ്ങാതിയായിരുന്നു. ചൈന പിണങ്ങുന്നു. എല്ലാ രാജ്യങ്ങളും അഫ്ഗാനിസ്ഥാൻ അവരുണ്ടാക്കിയതാരാണ്? അഫ്ഗാനിസ്ഥാനെ ഉണ്ടാക്കിയതല്ല, താലിബാൻ ഉണ്ടാക്കിയതാരാണ്? അമേരിക്കയും സൗദി അറേബ്യയും പാകിസ്ഥാനും കൂടിയാണ്. അപ്പോൾ അമേരിക്കയായിട്ട് അവർ ബന്ധം സ്ഥാപിക്കുമ്പോൾ എതിരാവെന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല.
അമേരിക്ക അല്ലെ താലിബാൻ അവിടെ കൊണ്ടുവച്ച് അല്ല, ഈ നമ്മുടെ ഏഷ്യയിൽ തന്നെ അവർ ഒറ്റപ്പെട്ടു പോകുന്നു. ഒറ്റപ്പെടെ ഇതൊക്കെ സ്ട്രാറ്റജിക്കലായിട്ടുള്ള ഒരു ബന്ധങ്ങളാണ്. അപ്പൊ ചൈന അത് വിചാരിച്ച് ചൈന അവര് പൂർണ്ണമായിട്ട് മാറി നിൽക്കുന്നില്ല. തൽക്കാലം ചൈനയ്ക്ക് ഒരു ബാധ്യത ഒഴിവാക്കി കിട്ടി. ചൈനയ്ക്ക് അവരെന്തിനാണ്? ഇന്ത്യക്കെതിരാണ്. അമേരിക്കക്ക് അവരെന്തിനാണ്? ഇന്ത്യക്കെതിരാണ്. അപ്പൊ തൽക്കാലം പാകിസ്ഥാന്റെ ഉപയോഗം കഴിഞ്ഞോ ചൈനയ്ക്ക്? അല്ല, ഉപയോഗമുണ്ട്, ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാം. പക്ഷെ തൽക്കാലം അമേരിക്കക്കാരുടെ കൂടെ നല്ല അവർക്ക് പ്രശ്നമൊന്നുമില്ല. എല്ലാ കൂടത്തും നമ്മുടെ കൂടെ ഒക്കെ ഭാര്യ. അപ്പോൾ ഇനി എന്തായിരിക്കും സംഭവിക്കും? അല്ല, ഇനിയൊന്നും പ്രത്യേകിച്ചൊന്നും സംഭവിക്കും. ഇതിങ്ങനെയൊക്കെ പോയിട്ട് യുദ്ധം അവർ അവസാനിപ്പിക്കും. അപ്പോൾ അത് അങ്ങനെ അങ്ങ് പോവുകയുള്ളൂ. പിന്നെ ഒരു ഫൈനലി ഒരു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമൊക്കെ വരുമ്പോൾ അവർ പാകിസ്ഥാൻ്റെ കൂടെയൊക്കെ ഉള്ളൂ. പക്ഷെ നമുക്കവിടെ അവരുടെ പറഞ്ഞതുകൊണ്ട് ചോദിക്കണം, അങ്ങനെ അമേരിക്കൻ താല്പര്യമുണ്ടല്ലോ. ഇടയ്ക്ക് കാലത്ത് തന്നെ ട്രംപ് അവിടുത്തെ ഒരു വിമാനത്താവളം ആവശ്യപ്പെട്ടിരുന്നു. അപ്പോ അത്തരം നീക്കങ്ങൾ ഈ പ്രശ്നത്തിലുണ്ടോ? അല്ല, ട്രംപ് ആവശ്യപ്പെട്ട് വിമാനത്താവളം അവർ കൊടുത്തില്ലെന്ന് വിചാരിക്കുക. അപ്പൊ അമേരിക്ക അവരെ അറ്റാക്ക് ചെയ്യാൻ തീരുമാനിച്ചാൽ ഇന്ത്യക്ക് അവരെ സഹായിക്കാനും പറ്റില്ല. അതൊക്കെ വെറുതെ വിചാരിക്കുകയാണ്. അമേരിക്കൻ അങ്ങനെ നടക്കുന്ന വലിയ പണിയും നമ്മൾ ആവശ്യമില്ലാത്ത പണിയും നമ്മൾ ഏറ്റെടുക്കില്ല. അമേരിക്ക വലിയ പണിയും തന്നിട്ട് നമ്മളെ മേത്തോടുന്നു തോന്നിയാൽ നമ്മൾ റെസിസ്റ്റ് ചെയ്യുമെന്നല്ലാതെ അവിടെ ഇവിടെ പോയി അമേരിക്കൻ്റെ പിന്നെ ദേഷ്യം പിടിച്ചു മേടിക്കാൻ പണിക്കൊന്നും നമ്മൾ നിൽക്കില്ല. എസ്പെഷ്യലി ഇപ്പോഴത്തെ കാലത്ത്. പണ്ട് ജവഹർലാൽ നെഹ്റുവൊക്കെ കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. അന്നത് പോസിബിൾ ആയിരുന്നു. ഇന്നത് പോസിബിൾ അല്ല. അല്ല, അത് അമേരിക്ക പാകിസ്ഥാനെ കൊണ്ട് ചെയ്യുകയാണെങ്കിലും എന്ത് ഈ ആക്രമണം ചെയ്യുകയാണെങ്കിൽ നമ്മൾ നോക്കിക്കുന്നത്, നമ്മൾ വേണമെങ്കിൽ പിന്നെ ആരും കാണാതെ സഹായം കൊടുക്കും, ഇന്റലിജൻസ് ഷെയറിങ് നടത്തും. അതൊക്കെ ഉള്ളൂ. അത് ആ സാഹചര്യത്തിനനുസരിച്ചുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കിട്ടിയതെല്ലാം ഗുണമാണ്. കാരണം നമ്മളൊന്നും പ്രതീക്ഷിക്കാതാണ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ താലിബാൻ കുറച്ച് നമ്മളോട് മൃദു സമീപനം കൈക്കൊള്ളുന്നു. ഈ മൃദു സമീപനം കൈക്കൊള്ളുമ്പോൾ അത് നമുക്ക് പിന്നെ ഉപയോഗിച്ച് ബന്ധങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കാൻ പറ്റും. ഡോവലല്ലേ, അതൊക്കെ നമുക്ക് ഗുണമാണ്. നമുക്ക് പൊതുവെ ഒരു വിൻ വിൻ സിറ്റുവേഷനാണിത്. പാകിസ്ഥാനെ പ്രതിസന്ധിയിലാക്കുക, പാകിസ്ഥാനെ പ്രതിസന്ധിയിലാക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട അജണ്ട. അപ്പോൾ ഇവന്മാരുടെ ഇടയിൽ കുറച്ച് ആളുകൾ നുഴഞ്ഞ് എത്തിയെ കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ കാത്തു ചെയ്യാൻ പറ്റും. അതൊക്കെ നമ്മൾ ഈ ബന്ധങ്ങളിലാക്കിയെടുക്കും. ഇന്ത്യ പണ്ട് ഒരു കാര്യമില്ലാതെ പോയി പല രാജ്യം സഹായിച്ചതിന് ഗുണപ്പം കിട്ടുന്നുണ്ട്. അവിടെയൊക്കെ നമുക്ക് നല്ല ബന്ധമാണ്. ആഫ്രിക്കയിലാണെങ്കിലും അതിൻ്റെയൊക്കെ ഗുണം കിട്ടുന്നത് മോഡിക്കാണ്. അത് നന്നായി മോഡിക്ക് ഉപയോഗിക്കാനും അറിയാം. അപ്പം അതൊക്കെ അത്രേ ഉള്ളൂ. പക്ഷേ ഈ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യ ബന്ധത്തിൽ മോദിക്ക് വിമർശനമാണ് പലരും ഉന്നയിക്കുന്നത്. അത് മണ്ടന്മാർ ഇവരല്ലാത്തതുകൊണ്ട്. നമ്മളെന്താ ചെയ്യുന്നത്? നമ്മളവരെ എതിർത്തല്ലേ അന്ന് താലിബാനായത്. നമ്മൾക്കിപ്പോൾ അവരോട് മാനസികമായിട്ട് യോജിപ്പൊന്നുമില്ല. പക്ഷെ അവരാണ് ഇപ്പോൾ അവർ ഭരണകൂടം. അത് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി അംഗീകരിച്ചാണ്. പിന്നെ നമ്മൾ മാത്രം മുഖം തിരിഞ്ഞ് നിന്നാൽ നമുക്കത് എന്ത് ചെയ്യും? ദോഷം ചെയ്യും. അതുകൊണ്ട് നമ്മൾ അവരെ മുഖം തിരിഞ്ഞ് നിൽക്കുന്നില്ല. അവരൊരു പോസിറ്റീവ് ഗുഡ് വിൽ ജസ്റ്റ് പറഞ്ഞാൽ നമ്മൾ തിരിച്ചു കാണിക്കുന്നു. അമേരിക്ക അവരെ അംഗീകരിക്കുന്നുണ്ടല്ലോ, പിന്നെ നമുക്ക് അംഗീകരിച്ചാൽ നമ്മുടെ കാര്യം നടക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ അവർ എല്ലാ കാലത്തും നമ്മുടെ ശത്രുക്കളാണ്. ആ ശത്രു കുറച്ച് കാലം നമ്മുടെ മിത്രമായിരുന്ന അതിൻ്റെ ഗുണം നമുക്കാണ്, അവർക്കല്ല. അവരിങ്ങോട്ട് സ്വാഗതത്തിൽ വന്നാൽ അവരുടെ ഗതികേട് വേണം നമ്മുടെ വിജയമാണ്. എന്നാൽ നമ്മൾ തകർന്നില്ല, അവർ പരാജയപ്പെട്ടു, അവർക്ക് തിരിച്ചടി ഉണ്ടായി എന്നുള്ളതുണ്ട്. അത് മണ്ടന്മാരാണ്. അല്ല, നമ്മൾ RSS താലിബാനെതിരാണ്, ഇന്ത്യ താലിബാനെതിരാണ്. എല്ലാ കാലത്തും ഇന്ത്യ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും താലിബാനെതിരാണ്. അപ്പോൾ താലിബാന്റെ വിജയം നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമില്ല. പക്ഷെ അവർ വിജയിച്ചു, അവർ വലിയ ശക്തി അവിടുത്തെ ഭരണാധികാരികളായി. പിന്നെ നമ്മൾ അവരോട് മോദിന് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അവർ ഗുഡ് വിൽ ജസ്റ്റ് കാണിച്ചാൽ നമ്മൾ കാണിക്കും. എന്ന് വിചാരിച്ച് നമ്മൾ പണ്ട് ശിവാജി മറ്റേ ബൈറാങ്കാൻ അയാളെ കെട്ടിപ്പിടിച്ച പോലെ കെട്ടിപ്പിടിക്കാൻ പോകില്ലല്ലോ. ഈ കെട്ടിപ്പിടിച്ചാലും എങ്ങനെ ശിവാജി ചെയ്ത പോലെ ബൈറാങ്കാൻ്റെ പോങ്കേറി മാന്തിക്കളയാമെന്ന് നമുക്കറിയാം. അത് മണ്ടന്മാര്, വിവരമില്ലാത്തവർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.